ചരിത്രത്തിൻ്റെയും പ്രവചനത്തിൻ്റെയും ബൈബിളിൻ്റെയും സത്യം വെളിപ്പെടുത്തുന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ പരമ്പരയിൽ ക്രിസ്തീയ ചരിത്രത്തിലെ ഏറ്റവും നിർണായകവും ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ടതുമായ നിമിഷങ്ങളിൽ ഒന്നായ നൈസിയ കൗൺസിലിനെ നിങ്ങൾ വിശകലനം ചെയ്യും. നൈസിയ കൗൺസിലിനെ കുറിച്ചുള്ള നമ്മുടെ പരമ്പരയിലേക്ക് വീണ്ടും സ്വാഗതം. എപ്പിസോഡ് 1 ക്രൈസ്തവം എങ്ങനെ ഉപദ്രവങ്ങളിൽ നിന്ന് കോൺസ്റ്റന്റൈൻ്റെ കാലത്ത് സാമ്രാജ്യത്തിൻ്റെ പ്രിയങ്കരമായി ഉയർന്നുവെന്ന് കണ്ടു. എപ്പിസോഡ് 2 കോൺസ്റ്റന്റൈനെ ഇടപെടാൻ നിർബന്ധിതനാക്കിയ പ്രധാന പ്രശ്നങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ആ വലിയ ചോദ്യം, യേശു ക്രിസ്തു ആരായിരുന്നു? നൂറ്റാണ്ടുകളോളം ക്രൈസ്തവർ യേശുവിനെ ദൈവപുത്രനായി ലോകത്തിൻ്റെ രക്ഷകനായി വിശ്വസിച്ചു. എന്നാൽ 4-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടെ യേശുവിൻ്റെ ദിവ്യത്വത്തെക്കുറിച്ച് വലിയ ചർച്ചകൾ ഉണർന്നു. യേശു ആദ്യം മുതൽ പിതാവായ ദൈവത്തോടൊപ്പം നിത്യനായിരുന്നു, അല്ലെങ്കിൽ ഒരു ദിവസം സൃഷ്ടിക്കപ്പെട്ടവനോ? പിതാവിനൊപ്പം തുല്യനല്ലേ എന്നൊക്കെ. ഈ വാദത്തിന് കേന്ദ്ര കഥാപാത്രമായി ഈജിപ്തിലെ അലക്സാൻഡ്രിയയിലെ ഒരു മൂപ്പനായ ആരിയസ് ആയിരുന്നു. മിടുക്കനും പ്രഭാവശാലിയുമായ അവന് സഭാ നേതാക്കളെ വെല്ലുവിളിക്കാൻ ഭയം ഉണ്ടായിരുന്നില്ല. അവൻ്റെ ഉപദേശം വേഗത്തിൽ വ്യാപിച്ചു. ആരിയാസ് 3 കാര്യങ്ങൾ വാദിച്ചു. 1. യേശു പിതാവിനോടൊപ്പം നിത്യനല്ല, യേശുവിന് ഒരു ആരംഭം ഉണ്ടായിരുന്നു. 2. യേശു മനുഷ്യനേക്കാൾ വലിയവനാണെങ്കിലും പിതാവായ ദൈവത്തിനൊപ്പം തുല്യനല്ല. 3. പിതാവാണ് ഏക സർവശക്തനായ ദൈവം. ആരിയാസിൻ്റെ വാദം, യേശു പിതാവായ ദൈവത്തിൻ്റെ സൃഷ്ടിയായൊരു പ്രതിനിധി, ശക്തിയുള്ളവൻ, പക്ഷേ തുല്യനല്ല. രക്ഷയുടെ അടിത്തറയെ തന്നെ വെല്ലുവിളിച്ചതിനാൽ ഈ പഠിപ്പിക്കൽ വലിയ വിവാദത്തിന് തിരികൊളുത്തി. യേശു സൃഷ്ടിക്കപ്പെട്ടിരുന്നാൽ അവിടുത്തെ യാഗത്തിന് യഥാർത്ഥത്തിൽ നിത്യമായ വീണ്ടെടുപ്പ് നൽകാൻ കഴിയുമോ? പൂർണ്ണ ദൈവമല്ലെങ്കിൽ മനുഷ്യവർഗത്തെ പിതാവുമായി അനുരഞ്ജിപ്പിക്കാൻ കഴിയുമോ? ആരിയാസിനെതിരെ നിന്നവർക്ക് നേതൃത്വം നൽകിയവർ അഥനാസിയസ് പോലുള്ള ബിഷപ്പുമാരായിരുന്നു. അവർ ഉറച്ചു പറഞ്ഞു, യേശു നിത്യനും പൂർണ്ണ ദൈവസ്വരൂപനും പിതാവിനോട് തുല്യനുമാണെന്ന്. ഈ വാദം സഭയ്ക്കുള്ളിൽ മാത്രം നിന്നില്ല. ജനങ്ങൾ വിപണികളിലും തെരുവുകളിലും തർക്കിച്ചു. സൈനികരും വ്യാപാരികളും കുടുംബങ്ങളും വരെ വിഭജിക്കപ്പെട്ടു. ഇത് വെറുമൊരു ദൈവശാസ്ത്രപരമായ തർക്കമായിരുന്നില്ല. കോൺസ്റ്റന്റൈനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു രാഷ്ട്രീയ പേടിസ്വപ്നമായിരുന്നു. വിഭജിക്കപ്പെട്ട സഭ എന്നാൽ വിഭജിക്കപ്പെട്ട സാമ്രാജ്യം എന്നാണ് അർത്ഥമാക്കുന്നത്. മതപരമായ സംഘർഷത്താൽ തകർന്ന ഒരു സാമ്രാജ്യം ദുർബലമായ സാമ്രാജ്യമായിരുന്നു. അതുകൊണ്ടാണ് 325 AD കോൺസ്റ്റന്റൈൻ നൈസിയയിൽ കൗൺസിൽ വിളിച്ചു കൂട്ടിയത്. ബൈബിൾ സത്യം കണ്ടെത്തുകയില്ല, മറിച്ച് ഐക്യം നടപ്പിലാക്കുക എന്നതായിരുന്നു ലക്ഷ്യം. പക്ഷേ ബൈബിൾ പഠിപ്പിക്കുന്നത് ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ഉണ്ടായിരുന്നു, വചനം തന്നെ ദൈവമായിരുന്നു. കൊളോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് എഴുതി, ക്രിസ്തുവാൽ സകലവും സൃഷ്ടിക്കപ്പെട്ടു, കാണുന്നതും കാണാത്തതും. ക്രിസ്തു ആദ്യം മുതൽ പിതാവിനോടൊപ്പം ഉണ്ടായിരുന്നു. അവിടെ സൃഷ്ടിക്കപ്പെട്ടെന്ന് പറയുന്നത് സുവിശേഷത്തെ തന്നെ നിഷേധിക്കലാണ്. അങ്ങനെ നിസിയയിൽ ബിഷപ്പുമാർ ഒത്തുകൂടിയപ്പോഴേക്കും സാമ്രാജ്യം ഒരു നിർണായക ഘട്ടത്തിൽ എത്തിയിരുന്നു. അവർ ആരിയാസിനെ പിന്തുടർന്ന് യേശുവിനെ പിതാവായ ദൈവത്തിനൊപ്പം തുല്യനല്ലെന്ന് പ്രഖ്യാപിക്കുമോ, അതോ നിത്യ ദൈവത്വത്തെ സ്ഥിരീകരിക്കുമോ? നൈസിയ കൗൺസിൽ ഒരു വാദം തീർക്കാനല്ല, ക്രൈസ്തവത്തിന്റെ അതിരുകൾ നൂറ്റാണ്ടുകൾക്ക് നിർവചിക്കാനാണ്. അടുത്ത എപ്പിസോഡിൽ കൗൺസിൽ ചാമ്പറിലേക്ക് തന്നെ പ്രവേശിക്കാം. 300 ബിഷപ്പുമാർ എങ്ങനെ വാദിച്ചു ഒടുവിൽ നൈസിയ വിശ്വാസ പ്രമാണത്തിൽ ഒപ്പിട്ടു എന്ന് നമുക്ക് കാണാം. ഇന്ന് ക്രിസ്തുമതത്തെ ഭിന്നിപ്പിക്കുന്ന വിശ്വാസ പ്രമാണം. എപ്പിസോഡ് 3 ചേരൂ. വിശ്വാസം, സംഘർഷം, നിയന്ത്രണം. നൈസിയ കൗൺസിലൂടെയുള്ള ഈ യാത്രയിൽ പങ്കുചേർന്നതിന് നന്ദി. സകലതും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പിൻ എന്ന് അപ്പോസ്തലനായ പൗലോസിൻ്റെ വാക്കുകൾ ഓർക്കുക.